കുഞ്ചിരിമട്ടം മുണ്ടക്കൈ പ്രദേശവാസികളെ പുറം ലോകവുമായി ബന്ധിപ്പിച്ചിരുന്നത് KSRTC ബസ്സാണ്. ഉരുൾപൊട്ടലിന്റെ തലേന്ന് കൽപ്പറ്റയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് അവസാന സർവീസ് നടത്തിയ ബസ് ചൂരൽമല പുഴക്കരയിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഇതിന് തൊട്ടരികിലൂടെയാണ് ഉരുൾപൊട്ടിയെത്തിയ ജലവും പാറക്കൂട്ടങ്ങളും കടന്നുപോയത്. ബെയിലി പാലത്തിലൂടെ പുറത്തെത്തിച്ച ബസ് വീണ്ടും സർവീസ് തുടങ്ങാനിരിക്കുകയാണ്. ചൂരൽമല ജംഗ്ഷനിലെ പാലം കടന്നെത്തുന്ന ബസ്സിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് മുണ്ടക്കൈക്കാർക്ക് ഉണ്ടായിരുന്നു. മുണ്ടക്കൈയിൽ നിന്നും തിരിച്ച് കൽപ്പറ്റയിലേക്ക്. ഇത് സ്ഥിരമായിട്ട് ഓടുന്ന വണ്ടിയാണിത്. ഒരു ദിവസം പോലും മുടക്കമില്ലാണ്ട് ഓടുന്ന വണ്ടിയാണ്. രാത്രി പുഴയ്ക്കക്കരെ നിർത്തിയിടാറുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ രാത്രിയും അതുപോലെ നിർത്തിയിട്ടതാണ്. സർവ്വതും ഉരുൾ എടുത്തപ്പോൾ KSRTC ബസ് മാത്രം പാതയോരത്ത് നിന്നു. തൊട്ടടുത്തുകൂടിയാണ് ഉരുൾ പൊട്ടിയൊഴുകിയത്. 6-ാം നാളിൽ ബസ് ബെയിലി പാലം കടന്ന് പുറത്തേക്ക്. പുത്തുമലയിലേക്കായിരുന്നു സർവീസ്. ദുരന്തത്തെ അതിജീവിച്ച ചൂരൽമലക്കാരിൽ പലരും ബസ്സിലുണ്ടായിരുന്നു. ഈ ബസ് തന്നെ KSRTC തന്നെയാണ്. ഞങ്ങൾക്ക് സ്വന്തം വാഹനം ഉണ്ടെങ്കിൽ തന്നെ, നമുക്ക് വാഹനമല്ല പക്ഷെ ഉള്ളവരും ഈ ബസ് തന്നെയാണ് ആശ്രയിക്കുന്നത്. 3/4% കുട്ടികളും വരുന്നത് മുണ്ടക്കായിൽ നിന്നാണ്. 1/4% നമ്മൾ ഈ ചൂരൽമല ഉരുൾപൊട്ടിയ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഈ ബസ്സാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആശ്രയം. വേറെ പ്രൈവറ്റ് ബസ്സുകളൊന്നുമില്ല. എന്നാണിനി ചൂരൽമലയ്ക്കപ്പുറം മുണ്ടക്കൈയിലേക്ക് ഈ ബസ്സിന് യാത്ര ചെയ്യാൻ കഴിയുക? ഒരു ഉത്തരമേയുള്ളൂ: ഈ നാട് അതിജീവിക്കുന്ന കാലത്ത്. മുനീഫ് തിരൂരിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. ദുരന്തത്തെ ശാരീരികമായി അതിജീവിച്ചവർ, മാനസികമായി അതിജീവിക്കാൻ പ്രയാസപ്പെടുന്നവർ ചേർത്തുപിടിക്കാം. അവരെ ജീവിതത്തിലേക്ക്, പ്രതീക്ഷയുടെ പുതിയ തീരത്തേക്ക് ചേർത്തുപിടിച്ചു കൊണ്ടുവരാം.